ഉന്നത വിളിക്കു യോഗ്യരെ, വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നും മാറല്ലേ. മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന, മന്നിടത്തിൽ നിന്നെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന അന്തനന്റെ വന്യപാദം ഒന്നു ഒന്നായി വന്നിച്ചിട, അന്തനന്റെ വന്യപാദം എന്നും ഒന്നായി വന്നിച്ചിട. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 38 സങ്കീർത്തനം 13 വാക്യം. എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതിരുന്നു, വായ് തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാനൊരു ബദിരനെ പോലെ കേൾക്കാതെ ഇരുന്നു എന്ന് ദാവീദ് പറയുന്നത്, മറ്റുള്ളവർ നമ്മെ തെറ്റായി ആരോപിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നത് അവരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. എന്നാൽ വിമർശകരുടെ ശബ്ദത്തിൽ നിന്ന് ദാവീദ് തന്റെ ചെവികൾ മാറ്റി പകരം ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാത്തിരിക്കുന്നു. വായു തുറക്കാതെ ഒരു ഊമനെ പോലെ ആയി എന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളിലും തനിക്ക് ഇടപെടുവാനുള്ളതല്ല എന്ന് ദാവീദ് തിരിച്ചറിഞ്ഞ് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിടുന്നു. നിശബ്ദതയിൽ ദാവീദ് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇടം നൽകുന്നു. അടഞ്ഞ വായ്ക്ക് ആകാശം തുറക്കുവാൻ കഴിയും. പ്രിയ സ്നേഹിതരെ, നാം സ്വയം ന്യായീകരിക്കുവാൻ ശ്രമിക്കുന്ന നിർത്തി ദൈവത്തിൽ ആശ്രയം നൽകി ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കാം. നമ്മുടെ ഹൃദയം ഭാരപ്പെടുമ്പോൾ, മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ ശ്രമിക്കാതെ ദൈവ പ്രവൃത്തി നമ്മളിൽ നിറവേറ്റപ്പെടുവാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് മൗനമായിരിക്കാം. ദൈവത്തിൻ്റെ നീതിയുള്ള വിശ്വാസത്തിൻ്റെ സാക്ഷികളായി അതിലൂടെ നമുക്ക് രൂപപ്പെടാം. പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകം ഞങ്ങളുടെ പ്രതിരോധം ആവശ്യപ്പെടുമ്പോൾ നിശ്ചലമായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.